മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? ഒന്ന്, അവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യാം. നമ്മുടെ സ്വന്തമായ ഫറളായ ഹജ്ജ് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫറളായ ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഹജ്ജ് ചെയ്യാം, അവരുടെ പേരിൽ ഉംറ ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖസ്അം ഗോത്രക്കാരിയായ ഒരു പെണ്ണ്, ജാഅത് ഇംറഅത്തുൻ മിൻ ഖസ്അം മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹജ്ജത്തുൽ വിദാ നടക്കുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ അവസാനത്തെ ഹജ്ജിന്റെ സമയത്ത് ഖസ്അമി ഗോത്രക്കാരിയായ ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഫരീളത്തല്ലാഹി അലാ ഇബാദിഹി ഫിൽ ഹജ്ജ് അദ്റകത് അബീ ശൈഖൻ കബീറാ. നബിയേ, അല്ലാഹു നിർബന്ധമാക്കിയ ഹജ്ജ് എന്റെ വൃദ്ധനായ പിതാവിന് നിർബന്ധമാണ്. പക്ഷേ ലാ യസ്തതിഉർ റുകൂബ അലർ റാഹില, എന്റെ പിതാവിന് വാഹനം കയറി യാത്ര ചെയ്യാൻ കഴിയില്ല നബിയേ. അഫാ ഹജ്ജു അൻഹു, എന്റെ പിതാവിന് പകരം, അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ പിതാവിന് പകരം എനിക്ക് ഹജ്ജ് ചെയ്യാൻ പാടുണ്ടോ? ഖാല ഹുജ്ജി അൻഹു, നിങ്ങൾ ആ പെണ്ണിനോട്, മകളോട് പറഞ്ഞു, മോളെ, നിങ്ങളുടെ പിതാവിന് പകരമായി നിങ്ങൾ ഹജ്ജ് ചെയ്തേക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ലെങ്കിൽ അവരുടെ സമ്മതത്തോടുകൂടെ അവർക്ക് വേണ്ടിയുള്ള ഹജ്ജ് ചെയ്യാൻ പറ്റും. ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി കർമ്മം ചെയ്തു, ഒരാൾ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ. ഇനി പറയുന്ന സാധാരണ പറയാ, വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, ഒരു മനുഷ്യൻ അയാൾ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്നവർ ഈ ഹദീസിനെ എങ്ങനെ അർത്ഥം വെക്കുക? ആ മകള് ചെയ്തത് വാപ്പാക്ക് കിട്ടുന്നല്ലേ നബി തങ്ങൾ പറയുന്നത്? മകള് ചെയ്ത ഹജ്ജിന്റെ കൂലി ആർക്ക് കിട്ടും? മകൾക്ക് കിട്ടുന്ന പോലെ ആർക്ക് വേണ്ടി ചെയ്തുവോ ആ പിതാവിനും കിട്ടും. ഇത് സ്വഹീഹായ ഹദീസല്ലേ? ഹദീസുകൾ മനസ്സിലാക്കാതെ ഈ ആയത്തർത്ഥം വെക്കുന്ന അപകടം. പരിഭാഷ വായിച്ച് പാംഫ്ലെറ്റേറിയൻ നാടുകളിൽ, നഗരങ്ങളിലൊക്കെ ഖുതുബ ഓതുന്നുണ്ട് ഇവരൊക്കെ. എന്തായിരിക്കും ആ ഖുതുബയുടെ അവസ്ഥ? അല്ലാഹു അഅലം. എത്ര അപകടമാണ്! പച്ചയായ ഹദീസിന്റെയും ആയത്തിന്റെയും പച്ചയായ അർത്ഥം, ആശയം മനസ്സിലാക്കാതെ ആയിരക്കണക്കിന് ഹദീസുകൾ ഉണ്ട് അല്ലാഹുവിന്റെ റസൂലിന്. അതൊക്കെ ഇരുന്ന് കൊല്ലങ്ങളോളം ഗുരുനാഥന്മാരുടെ മുമ്പിൽ ഇരുന്ന് പട്ടിണിയും വിശപ്പും സഹിച്ച് കാലങ്ങളോളം ക്ഷമയോടുകൂടെ കിതാബ് ഓതി പഠിക്കുക എന്ന് പറയില്ലേ? ഇവര് വിചാരിക്കുന്നതൊക്കെ നിസ്സാരമാണ്. അതൊക്കെ ഒരു ബുഖാരിയുടെ പരിഭാഷ വായിച്ചാൽ കിട്ടൂലേ? കിട്ടില്ല, മുഅ്മിനെ കിട്ടില്ല. ദീനിന്റെ മസ്അല പറയരുത് ദയവ് ചെയ്ത് ഇത്തരക്കാരായ ആളുകൾ. ആലിമീങ്ങൾ എന്തു പറഞ്ഞു എന്ന് അവരുടെ കിതാബുകൾ പരിശോധിക്കണം. വഅലൈസ ലിൽ ഇൻസാനി ഇല്ല, എന്ത് വിഷയം പറഞ്ഞാലും മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്താൽ കൊടുക്കാൻ പറ്റൂ. അവനവൻ ചെയ്തതല്ലാതെ കിട്ടൂലല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതോ ഈ ഹദീസ് നിങ്ങൾ കണ്ടോ? ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സുനനിൽ കൊണ്ടുവന്നത്, ഇമാം അബൂ ദാവൂദ് ത്വയാലിസി അവരുടെ മുസ്നദിൽ, ഇമാം ദാരിമി അവരുടെ സുനനിൽ, ഇമാം മുസ്നദിൽ അഹ്മദ് എന്നവരുടെ മുസ്നദിൽ, അത് മാത്രമല്ല സ്വഹീഹൈൻ ഇമാം ബുഖാരി മുസ്ലിമും അടക്കം കൊണ്ടുവന്ന ഹദീസാണിത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ മറ്റൊരാൾ വരുന്നു. അന്ന റജുലൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരാൾ വന്ന് ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉഖ്തി നദറത് അൻ തഹജ്ജ, എന്റെ പെങ്ങൾ ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിരുന്നു നബിയേ. വ ഇന്നഹാ മാതത് ഖബ്ല അൻ തഹജ്ജ നബിയേ അഫാ ഹജ്ജു അൻഹാ, എന്റെ പെങ്ങൾക്ക് പകരമായി എനിക്ക് ആ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? പെങ്ങള് ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിരുന്നു, പെങ്ങള് മരിച്ചുപോയി. ആ പെങ്ങൾക്ക് പകരം എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഹബീബായ നബി തങ്ങൾ ചോദിച്ച ചോദ്യം, അറഅയ്ത ലൗ കാന അലാ ഉഖ്തിക ദൈനുൻ അകുൻത ഖാദിഹി, നിങ്ങളുടെ പെങ്ങൾക്കൊരു കടമുണ്ടെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടുമോ? തങ്ങൾ ചോദിച്ചു, ആ പെങ്ങൾക്ക് കടമുണ്ടെങ്കിൽ നിങ്ങൾ അത് വീട്ടുമോ? ഖാല നഅം, തീർച്ചയായും നബിയേ, ഞാനത് വീട്ടും. ഹബീബായ തങ്ങൾ മറുപടി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫദൈനുല്ലാഹി അഹഖു ബിൽ ഖളാ, അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ കടമാണ് ഏറ്റവും ആദ്യം വീട്ടേണ്ടത്. ആ പെങ്ങൾക്ക് പകരം നിങ്ങൾ ഹജ്ജ് ചെയ്യണം, ആ പെങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടും, അവരുടെ കടം വീടുകയും ചെയ്യും. ഒരു മനുഷ്യൻ ചെയ്തതേ കിട്ടൂ എങ്കിൽ ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഈ ഹദീസ് എവിടെയുണ്ട് എന്ന ചോദ്യം സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിലുണ്ടല്ലോ. ഞാനിപ്പുറം പറയണ്ടല്ലോ. ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലുണ്ട്, തബറാനിയുടെ മുഅ്ജമുൽ കബീറിലുണ്ട്, ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിലുണ്ട്, ഇമാം ദാരിമിയുടെ സുനനിലുണ്ട്, അബൂ ദാവൂദ് ത്വയാലിസിയുടെ മുസ്നദിലുണ്ട്.
ഇമാമുൽ മുൻതഖ ഇബ്നുൽ ജാറൂദ് ഇമാം ഇബ്നുൽ ജാറൂദ് തങ്ങൾ ഇവരൊക്കെ ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹായ ഹദീസ്. ബുഖാരി ഇമാം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ധാരാളം. അള്ളാഹുവിന്റെ കടം അതാണ് ഏറ്റവും വലുത്. സാമ്പത്തിക കടം നിങ്ങൾ വീട്ടിലെ മരിച്ചുപോയ മയ്യത്തിന് പകരം, അതുപോലെ അള്ളാഹുവിന്റെ കടങ്ങളും നിങ്ങൾ വീട്ടേണ്ടവരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഒരു മനുഷ്യൻ അയാൾ ചെയ്തതല്ലാതെ കിട്ടില്ല എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഈ ഹദീസുകൾ കൂടി മനസ്സിലാക്കിയിട്ടേ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. ജുഹൈന കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഹബീബായ നബിയോട് വന്ന് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, എന്റെ പിതാവിന് ഹജ്ജ് നിർബന്ധമായിരുന്നു. ആ പിതാവിന് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, ഞാൻ ഹജ്ജ് ചെയ്യട്ടെയോ? നേരത്തെ ഖസഅം ഗോത്രക്കാരിയായ പെണ്ണ് ചോദിച്ച പോലെ ജുഹൈന ഗോത്രക്കാരിയായ ഒരു പെണ്ണ് ചോദിച്ചു. സ്വഹീഹായ ഹദീസാണല്ലോ ഇത്. ഹുജ്ജി അൻ നബീകി, നിങ്ങളുടെ പിതാവിന് പകരം നിങ്ങൾ ഹജ്ജ് ചെയ്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മുഅ്മിനീങ്ങൾ പരസ്പരം ഉപകാരം ചെയ്യണം. അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാലും ഉപകാരം ചെയ്യാൻ പറ്റും. അല്ലാഹു കേൾക്കുന്നവനല്ലേ. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെ അല്ലാഹു എങ്ങനെയാണ് തട്ടിക്കളയുന്നത്, എങ്ങനെയാണ് അല്ലാഹു സ്വീകരിക്കാതിരിക്കുക? ഒരു മനുഷ്യന്റെ കടം, ആ മനുഷ്യന്റെ കടം മറ്റൊരാള് വീട്ടിയാൽ കടം വീടുമല്ലോ. ഇത് ആർക്കും അറിയുന്ന ഒരു ഹദീസാണ്. ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഒരു മനുഷ്യൻ മരിക്കുകയും ആ മനുഷ്യനെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഹാനൂത്ത് പുരട്ടി കൊണ്ടുവന്ന് കിടത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി വന്നു. മുത്തനബി തങ്ങൾ അടുത്തേക്ക് എത്തിയിട്ട് സ്വഹാബികളോട് ചോദിച്ചു, ഇയാൾക്ക് എന്തെങ്കിലും കടമുണ്ടോ? അവർ പറഞ്ഞു, ഉണ്ട് നബിയെ, 2 ദീനാർ 2 സ്വർണ്ണ നാണയം ആരോടോ ഒരാളോട് കടം വാങ്ങിയിട്ടുണ്ട്, ആ കടം തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തെങ്കിലും കടം വീടാനുള്ള സമ്പത്ത് ബാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല നബിയെ, 5 പൈസ ഇല്ലാത്ത ആളാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു. സ്വല്ലൂ അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മുത്തനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഹുമാ അലയ്യ ഫസല്ലി അലൈഹി, ആ 2 ദീനാർ ഞാൻ വീട്ടാം നബിയേ, അങ്ങ് ആ മനുഷ്യന് വേണ്ടി നിസ്കരിക്കാതിരിക്കരുതേ, അങ്ങ് നിസ്കരിക്കൂ നബിയേ, ആ 2 ദീനാർ ഞാൻ വീട്ടിക്കൊള്ളാം. ആ ഏറ്റെടുക്കൽ നടന്നപ്പോ മുത്തനബി തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഹദീസ് ഇമാം ബൈഹഖിയുടെ സുനനിൽ കുബ്രയിലുണ്ട്, ഇമാം ഹാക്കിം എന്നിവരുടെ മുസ്തദറക്കിലുണ്ട്, അബൂ ദാവൂദ്, നസായി പോലെയുള്ള സുനന്റെ ഇമാമിങ്ങളുടെ സുനൻ കിതാബുകളിലുണ്ട്. വളരെ പ്രസിദ്ധമായ ഹദീസാണിത്. മറ്റൊരാള് വീട്ടിയാൽ ആ മനുഷ്യന്റെ കടം വീടുന്നു. മുത്തനബി തങ്ങൾ കണ്ടപ്പോ ചോദിച്ചു, അബൂ ഖതാദ, ആ 2 ദീനാറിന്റെ വിഷയം എന്തായി, നിങ്ങൾ വീട്ടിയോ എന്ന് ചോദിച്ചു. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയേ, ഇല്ല, വീട്ടിയിട്ടില്ല, ഞാനത് വീട്ടാൻ പോവുകയാണ്. 2ാമത്തെ ദിവസം ചോദിച്ചു അബൂ ഖതാദ തങ്ങളോട്. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല നബിയേ, മരിച്ചിട്ടില്ലേ ഉള്ളൂ, 2 ദിവസമല്ലേ ആയുള്ളൂ. 3ാമതും ഹബീബായ നബി തങ്ങൾ ചോദിച്ചപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഹബീബായ നബിയെ കാണുമ്പോൾ ഇത് ചോദിക്കുമെന്ന് ഉറപ്പാണ്. മുത്തനബി തങ്ങൾ വീണ്ടും കണ്ടപ്പോൾ ചോദിച്ചു, അബൂ ഖതാദ, ആ കടം വീടിയോ? ഖുൽതു നഅം, ഞാൻ പറഞ്ഞു നബിയെ, ഞാൻ കടം വീട്ടിയിട്ടുണ്ട്. അൽ ആന ബറദത് ജിൽദുഹു, ഇപ്പോഴാണ് ആ മയ്യത്തിന്റെ തൊലിക്ക് തണുപ്പ് കിട്ടിയത്. അബൂ ഖതാദ, നിങ്ങൾ കടം വീടുന്നവരെ അദ്ദേഹം ഹിസാബിന്റെ ചൂടിലായിരുന്നു, ഇപ്പോഴാണെന്ന് തണുത്തത്. കടം വീടിയപ്പോ കടം ബാക്കി വെച്ച് മരിക്കുന്ന മയ്യത്തുകള് മക്കൾ ഓർക്കണം, വാപ്പാക്ക് കടമുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും എന്ന് പറയുമ്പോ വാപ്പയുടെ കടം വാപ്പയാവട്ടെ, ഞങ്ങള് മക്കളെന്തറിഞ്ഞു, വാപ്പ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, ഇതൊന്നും പറയാൻ പാടില്ല. നിങ്ങളുടെ വാപ്പയാണെങ്കിൽ ആ വാപ്പയുടെ കടം വീട്ടൽ മക്കൾക്ക് നിർബന്ധമാണ്. വാപ്പയുടെ കടം വീടി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ മാത്രമേ അനന്തരം എടുക്കാൻ തന്നെ പാടുള്ളൂ. സമ്പത്ത് മുഴുവൻ വീട്ടിയാലും അനന്തരം വീടിൽ ആ വാപ്പയുടെ കടം വീടില്ലെങ്കിൽ 5 പൈസ പോലും അനന്തരം എടുക്കാതെ വാപ്പയുടെ കടം വീട്ടാൻ ബാധ്യസ്ഥരാണ്. അനന്തരം എടുക്കാൻ അവകാശമുള്ള മുഴുവൻ ആളുകളും അവർ സമ്പത്തെടുക്കരുത്, കടമാണ് വീട്ടേണ്ടത്.
ചിലര് പറയും ഞങ്ങൾക്കറിയില്ല. മയ്യത്ത് നിസ്കരിക്കുമ്പോൾ വിളിച്ചു പറയും മയ്യത്തിന് വേണ്ടി ആർക്കെങ്കിലും കടണ്ടോ, മൂത്ത ജ്യേഷ്ഠനെ പോയി കാണണം, മൂത്ത മോനെ പോയി കാണണം, ഇന്ന അനുജനെ പോയി കാണണം, എളാപ്പയെ കാണണം. നിസ്കാരം കഴിഞ്ഞെന്നാൽ അത് നമുക്കറിയില്ല. അങ്ങനെയാണോ പറയേണ്ടത്? ഒരു മയ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകള് ആ മയ്യത്തിന്റെ കടം വീട്ടിയില്ലെങ്കിൽ ആ മയ്യത്ത് അദാബിലാണ്. മുത്തുനബി തങ്ങൾ അബൂ ഖതാദ തങ്ങളോട് രണ്ടാമത്തെ ദിവസം ചോദിച്ചു വീണ്ടും, അബൂ ഖതാദ കടം വീട്ടിയോ? വീട്ടി നബിയെ. അൽ ആന ബറദത് ജിൽദുഹു, ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊലിക്കൊരു തണുപ്പ് കിട്ടിയത് കടം വീടിയപ്പോ. കാന ഫീ ഹറാറത്തിൽ ഹിസാബ്, അർത്ഥം അതാണ്, ഹിസാബിന്റെ വിചാരണയുടെ ചൂടിലായിരുന്നു. ഈ ഹദീസ് നൽകുന്ന ആശയം എന്താണ്? എന്താണ് ഇതിന്റെ ആശയം? നമ്മൾ ചെയ്തത് മാത്രമേ കിട്ടൂ എങ്കിൽ ആ മനുഷ്യന് പകരം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അയാളുടെ കുടുംബക്കാരനല്ല, പെങ്ങളെ കെട്ടിയ അളിയനല്ല, എളാപ്പയുടെ മൂത്താപ്പയുടെ ഒരു ബന്ധവും കുടുംബ ബന്ധമായിട്ടില്ല, വിവാഹ ബന്ധവുമായിട്ടില്ല. മരിച്ച മയ്യത്ത് ആ മയ്യത്തുമായി ഒരു കുടുംബ ബന്ധവും ഇല്ലാത്ത ഈമാനിന്റെ ബന്ധമുണ്ടായതിന്റെ പേരിൽ, ഈമാനികമായ ബന്ധം ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ബന്ധമാണല്ലോ, അതിന്റെ പേരിൽ ചെയ്ത കടം വീട്ടിയത് ആ മനുഷ്യന് ഉപകാരപ്പെട്ടു എങ്കിൽ അല്ലാഹുമായുള്ള കടബാധ്യതകളും മുഅ്മിനീങ്ങൾ അവർക്ക് പകരം ചെയ്താൽ അത് വീടും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു. കടം ബാക്കി വെച്ച് മരിച്ചുപോയവർക്ക് മുത്തുനബി തങ്ങൾ നിസ്കരിക്കാറില്ല. ഏത് കാലം വരെ? അള്ളാന്റെ റസൂലിന് അല്ലാഹു സമ്പത്ത് കൊടുക്കുന്നവരെ. യുദ്ധങ്ങൾ ഉണ്ടാവുകയും യുദ്ധമുതലുകൾ ഉണ്ടാവുകയും ചെയ്ത് ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് സമ്പത്ത് വന്നപ്പോ നബി തങ്ങൾ അത് നിർത്തി. അള്ളാന്റെ റസൂൽ ആര് മരിച്ചാലും പിന്നെ നിസ്കരിക്കും. അവരുടെ കടം ഹബീബ് വീട്ടുകയാണ് ഉണ്ടായിരുന്നത്. അത് റസൂലുള്ളാന്റെ ഒരു കരുണയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ചോദിക്കും, ഹൽ അലൈഹി ദൈനുൻ, കടമുണ്ടോ? കടം വീടിയില്ലെങ്കിൽ നബി നിസ്കരിക്കൂല. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു സമ്പത്തിന്റെ വഴികൾ അല്ലാഹു തുറന്നു കൊടുത്തപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, അന ഔലാ ബികുല്ലി മുഅ്മിൻ, എല്ലാ മുഅ്മിനിനോടും ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടവനാണ്. മൻ തറക മാലൻ ഫലിവറസതിഹി, ആരെങ്കിലും സമ്പത്ത് ബാക്കി വെച്ചാൽ അത് അവരുടെ അനന്തരാവകാശികൾ എടുത്തോട്ടെ. വമൻ തറക ദൈനൻ വളയാഅൻ ഫഇലയ്യ വഅലയ്യ, ആരെങ്കിലും കടം ബാക്കി വെച്ചാൽ, ആർക്കെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്, എന്റേതാണ്, ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് നബി തങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആദ്യകാലങ്ങളിൽ തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. കടമുണ്ടെങ്കിൽ അത് വീടാൻ നബി തങ്ങൾ കാത്തിരിക്കും, എന്നിട്ടേ നിസ്കരിക്കൂ മയ്യത്തിന്. പിന്നെ നബി തങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്ത തങ്ങൾ പറഞ്ഞു, ഏതൊരു മുഅ്മിനോടും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ആര് മരിച്ചാലും സമ്പത്തുണ്ടോ മക്കളെടുത്തോട്ടെ, സമ്പത്തില്ലേ കടമുണ്ടോ, കടം ഞാൻ ഏറ്റെടുത്തു എന്ന് ഉമ്മത്തിന് വേണ്ടി ഏറ്റെടുത്ത റഹ്മത്തുൽ ലിൽ ആലമീനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും കൊണ്ടുവന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സന്ദേശം ഉമ്മത്തിന് അറിയിക്കുന്ന ഹബീബിൻ അല്ലാഹുവിന്റെ മെസ്സഞ്ചറാണ്, അല്ലാഹുവിന്റെ റസൂലാണിത്. അല്ലാഹുവിന്റെ ആകാശലോകങ്ങൾക്കപ്പുറത്തെ അല്ലാഹുവിന്റെ മലഉൽ അലായുടെ വിവരങ്ങൾ ഹദീസിലൂടെയും വിശുദ്ധ വചനങ്ങളിലൂടെയും നമുക്ക് എത്തിച്ചു തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ആ ഹബീബായ നബി എന്താണ് ബാധ്യതകളെ കുറിച്ച് പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കടം വലിയൊരു ബാധ്യത തന്നെയാണ്. കടം വീട്ടേണ്ടത് അനന്തരാവകാശ അതിന് തയ്യാറല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ സജ്ജനങ്ങൾ ആ മയ്യത്തിന് പകരം അത് വീട്ടിയിരിക്കണം. തങ്ങൾ പറയുമായിരുന്നു, ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു നബിയോട്, നബിയേ, എന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഞാൻ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുകയും മരണപ്പെടുകയും ചെയ്ത് ഞാൻ മരണപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്. രണ്ടാമത് ചോദിച്ചു, നബിയേ, ഞാൻ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മരിച്ചാൽ എനിക്ക് സ്വർഗമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത് തവണയും ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗമുണ്ട്, പക്ഷേ ഇല്ലാ ഇദാ കാന അലൈക ദൈനുൻ ലൈസ ഇൻദക വഫാഉഹു,
കടം വീടാൻ വകുപ്പില്ലാതെ ബാക്കി വെച്ച കടമായിട്ട് നിന്നാൽ അത് വീടാനുള്ള സമ്പത്ത് നിങ്ങൾ ബാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗപ്രവേശമില്ല. ഷഹീദായ മനുഷ്യന് പോലും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ കടം വീടണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം മനുഷ്യരുമായുള്ള ബന്ധം, ഹക്കടപാടുകൾ അല്ലാഹു തആല വിട്ടുതരില്ല മനുഷ്യര് പുറത്തു കൊടുക്കുന്നവരെ. എന്നാൽ അല്ലാഹു മനുഷ്യരും തമ്മിലുള്ള നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ പോലെയുള്ള വിഷയങ്ങള് അല്ലാഹു തആല വേണമെങ്കിൽ മാപ്പ് ചെയ്തു കൊടുക്കാം. അല്ലാഹു ഗഫൂറാണ്, റഹീമാൻ. കടം മനുഷ്യരുമായുള്ളത് അത് അവര് വീട്ടിയേ പറ്റൂ. ഇതാണ് ശർഇന്റെ നിയമം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബനാ റസൂലുള്ളാഹി തങ്ങൾ മരിച്ച മയ്യിത്തിന് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അതിലാദ്യമായി നമ്മൾ പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചെയ്യുക, ദുആ ചെയ്യുക. രണ്ടാമത്തേത് അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം, അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം. ആ കൂട്ടത്തിൽ സ്വതക്ക ചെയ്യുന്നത് ഏറ്റവും പുണ്യമാണ്. മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക നമ്മുടെ വാദുകളിൽ, പ്രഭാഷണങ്ങളിൽ, റൂസ് പരിപാടികളിൽ ഒക്കെ അല്ലാഹുവേ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നു. അവർക്ക് ഗുണം കിട്ടാൻ, അവർക്ക് പ്രതിഫലം കിട്ടാൻ അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നു. ആ ഒരു നന്മ ഹബീബായ നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ്. എവിടെന്ന് ലഭിച്ചു അത്? ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മി ഇഫ്തലതത് നഫ്സഹാ, എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി നബിയേ. ഒരു അസുഖമില്ലായിരുന്നു, ഒരു കുഴപ്പവുമില്ലായിരുന്നു, പെട്ടെന്ന് മരിച്ചുപോയി നബിയേ. എനിക്ക് തോന്നുന്നു നബിയേ, എന്റെ ഉമ്മ ഒരസുഖമായി കിടക്കുന്ന കിടപ്പ് ഒരു ദിവസമെങ്ങാനും കടന്നിരുന്നെങ്കിൽ എന്റെ ഉമ്മ വസിയത്ത് ചെയ്യുമായിരുന്നു. മക്കളെ, ഉമ്മാന്റെ സ്വത്ത്, ഉമ്മായുടെ മാല, ഉമ്മയുടെ കാതില, ഉമ്മായുടെ പാദസരം, ഉമ്മയുടെ ആഭരണം പള്ളിക്ക് കൊടുക്കണം, ദീനിന് കൊടുക്കണം. ഇങ്ങനെ എന്തെങ്കിലും എന്റെ ഉമ്മ വസിയത്ത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നബിയേ. പക്ഷേ അതിന് സാധിക്കാതെ എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ തങ്ങളോട് അവരെ ചോദിക്കുകയാണ്, എന്റെ ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ എന്റെ ഉമ്മാക്കത് ലഭിക്കുമോ? എന്റെ ഉമ്മ മരിച്ചുപോയി, ഉമ്മ ചെയ്യാൻ സാധ്യതയുള്ള ഒരു നന്മയാണത്, പക്ഷെ ഉമ്മാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാനത് ചെയ്താൽ എന്റെ ഉമ്മാക്ക് ഉപകാരപ്പെടുമോ എന്ന് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖാല നഅം, നഅം, തീർച്ചയായും നിങ്ങളുടെ ഉമ്മാക്ക് അത് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് 6 സ്വഹീഹിന്റെ കിതാബിലുമുണ്ട്, 6 ഗ്രന്ഥങ്ങളിൽ. ഇമാം ബുഖാരി തങ്ങൾ, ഇമാം മുസ്ലിം എന്നിവരുടെ സ്വഹീഹിൽ, ഇബ്നു മാജ, അബൂ ദാവൂദ്, നസായി, തുർമുദി, 4 മഹാന്മാരുടെ സുനനുകളിൽ. ഇനി ഇതിനപ്പുറം എന്ത് വേണം? മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്വതക്കകള് ഇത് ചെയ്യുന്നവർ ചെയ്യുന്നു എന്നല്ലാണ്ട് ഈ ബിദ്അത്ത് കുഫർ എന്ന് പറയുന്ന ആളുകൾ ആരെങ്കിലും അവരുടെ ഉമ്മാക്ക് വാപ്പാക്ക് വേണ്ടി സ്വതക്ക ചെയ്യാറുണ്ടോ? അല്ലാഹു അലം, ചെയ്യാറുണ്ടായിരിക്കാം. പക്ഷേ വലിയൊരു വിഭാഗം തെറ്റിദ്ധാരണയിലാണ്. എല്ലാം ബിദ്അത്താന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് നന്മകൾ സാധാരണക്കാർ തെറ്റാണെന്ന് ധരിച്ചു വെച്ചു പോയിട്ടുണ്ട്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ അങ്ങനെ ഒരു ധാരണ വന്നു പോയിട്ടുണ്ടോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട നന്മകൾ അത് ചെയ്തു വിട്ടാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്ര വലിയ നഷ്ടമായിരിക്കും മുഅ്മിനെ. എന്റെ ഉമ്മയുടെ പേരിൽ ഒരു മസ്ജിദ്, എന്റെ ഉമ്മയുടെ പേരിൽ ഒരു മദ്രസ, എന്റെ ഉമ്മയുടെ പേരിൽ ഒരു കിണർ, എന്റെ ഉമ്മയുടെ പേരിൽ ഒരു രോഗിക്ക് ചികിത്സ, എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്യുന്നത് മരിച്ചുപോയവർക്ക് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അവരുടെ പേരിൽ സ്വതക്ക ചെയ്യേ. നമ്മളൊക്കെ ഏത് ഇൽമിന്റെ സദസ്സുണ്ടാവുമ്പോൾ ചെയ്യണം മുഅ്മിനെ, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യേ. അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. മുത്തുനബിയോട് വന്ന് പറഞ്ഞു, ഒരാൾ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന അബീ മാത വലം യൂസി, എന്റെ ഉപ്പ ഒരു വസിയത്തും ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ട് നബിയേ. അയംഫഉഹു ഇദാ തസദ്ദഖ്തു അൻഹു. നേരത്തെ ഉമ്മയെ കുറിച്ച് പറഞ്ഞു, ഇവിടെ വാപ്പയെ കുറിച്ച്. എന്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്താൽ അല്ലാഹുവിന്റെ റസൂലേ അത് പകരമാകുമോ? ഉപ്പാക്ക് ഉപകാരം ലഭിക്കുമോ? ഖാല നഅം. മരിച്ചു കിടക്കുന്ന ആള് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത പോലെയുള്ള കൂലി മക്കള് വാപ്പാക്ക് വേണ്ടി ചെയ്താൽ ഇതിന് കൂലിയുണ്ട്. മക്കളെന്ന് മാത്രമല്ല, വറസത്തിന്റെ വിഷയം ഗാലിബിലും അങ്ങനെയാണ്. സാധാരണഗതിയിൽ
സാധാരണഗതിയിൽ ഏറിയ കൂറും മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കളല്ലേ അവർക്ക് വേണ്ടി ചെയ്യൂ. എന്നാൽ അവരല്ലാത്തവര് ചെയ്താലും അവർക്ക് കൂലി കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഈ ഹദീസും കൂടെ വെച്ച് നോക്കണ്ടേ. ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അയാൾ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇത് ബുഖാരിയും മുസ്ലിമും വെട്ടിക്കളയണോ ഈ ഹദീസൊക്കെ? ഇസ്ലാമിന്റെ പ്രമാണങ്ങളില്ലേ ഇതൊക്കെ? സ്വഹാബിയുടെ അമൽ ദീനിന് തെളിവാണ്. പ്രാമാണികരായ പണ്ഡിതന്മാർ അവർ ശരിവെച്ച വിഷയങ്ങൾ തള്ളിപ്പറയാൻ ഒരാൾക്കും പാടില്ല. അഹ്ലു ദിക്റാണത്. പണ്ഡിതന്മാരുടെ മേൽ പണ്ഡിതന്മാരായി നമ്മളൊക്കെ ക്ഷമയാണോ? എത്ര വലിയ അഹങ്കാരമാണത്. ഇനി വരാൻ പോകുന്ന തെളിവുകൾ ഇതിലും കൂടുതൽ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ചർച്ചയിലേക്ക് ആഴങ്ങളിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ ഹദീസിനെ ഖുർആൻ അപഗ്രഥനം ചെയ്തത്. നമ്മൾ എപ്പോഴും പറയുന്ന വിഷയം ഇതാണ്. പുത്തനാശയക്കാർ പെട്ടുപോകുന്നത് ഹദീസിന്റെയും ഖുർആനിന്റെയും പരിഭാഷ വായിച്ചു നിർത്തുമ്പോഴാണ്. ആരെങ്കിലും എഴുതി വെച്ചത് വായിക്കല്ല. പ്രാമാണികമായ ഹദീസിന്റെയും ഖുർആനിന്റെയും ആധികാരികതയുള്ള പണ്ഡിതന്മാർ അവര് രേഖപ്പെടുത്തിയ കിതാബുകൾ എടുത്ത് പഠിക്കും. വെറുതെ ഉള്ള യൂട്യൂബ് നോക്കിയിട്ട് അവരത് പറഞ്ഞു, ഇയാൾ ഇത് പറഞ്ഞു, നിങ്ങൾ കിതാബ് എടുത്ത് പഠിക്കുക. എത്ര വിഷയം എത്ര എളുപ്പമാണ്. ഈ ഉമ്മത്തിനെ കൺഫ്യൂഷനിലാക്കരുത്. ചെയ്യുന്ന നന്മകൾ തിന്മയാണ് എന്ന് മനുഷ്യനോട് പറയുന്ന രീതിയിൽ നന്മകൾ ഇല്ലാതെയാവുന്ന പണി നിങ്ങൾ ചെയ്യില്ലെങ്കിൽ ചെയ്യരുത്. വേണ്ട. ചെയ്യുന്നവര് ചെയ്യുന്നത് പ്രമാണബലമുള്ള ഒരു വിഷയമാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. വേറെ സംവാദമോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയോ ഒന്നുമല്ല ഇവിടെ വേണ്ടത്. ഒരു സത്യവിശ്വാസി ചെയ്യുന്ന അമലിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ തെളിവുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്ന് പറയല്ല, കുഫർ എന്ന് പറയല്ല, ശിർക്ക് എന്ന് പറയല്ല. നിനക്ക് വേണമെങ്കിൽ ചെയ്തോ, നിനക്ക് തോന്നുന്നു എനിക്ക് വേണ്ട, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് ചെയ്യുന്നവരെ സംബന്ധിച്ച് ബിദ്അത്ത് ചെയ്യുന്നു എന്ന് പറയരുത്. ഇതാണ് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. അത്രേ വേണ്ടു. ഈ പ്രമാണങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഇത് ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയണം. അതിനുള്ള ധൈര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മയ്യത്തിന് വേണ്ടി നോമ്പ് നോൽക്കണം റസൂലുള്ളാഹി ഞങ്ങൾ പറയാം. മയ്യത്തിന് നോമ്പ് നിർബന്ധമായ നോമ്പ് കടമായിട്ട് ബാക്കിയായി പോയിട്ടുണ്ടോ? മയ്യത്തിന്റെ അനന്തരാവകാശികൾ ഉമ്മ നോമ്പൊൽക്കാതെ മരിച്ചിട്ടുണ്ട്. ഉമ്മയുടെ ഒരുപാട് നോമ്പ് ഖളാ ഉണ്ട്. മക്കള് നോമ്പ് നോൽക്കണം. വാപ്പാക്ക് നോമ്പ് ഖളാ ഉണ്ട്. മക്കൾ നോമ്പ് നോൽക്കണം വാപ്പാക്ക് പകരമായിട്ട്. സജ്ജനങ്ങൾക്ക് നോൽക്കാം അവർക്ക് പകരമായിട്ട്. നോമ്പ് വീടും. അപ്പൊ ഒരു മനുഷ്യൻ ചെയ്യുന്നത് മാത്രമേ കിട്ടുള്ളൂ, വേറെ ആര് ചെയ്താലും കിട്ടും. ഈ പറഞ്ഞ ആയത്തിനൊക്കെ ഈ ഹദീസിന്റെ സാരങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ പരിഭാഷ വായിച്ച് മാത്രം ഇരിക്കാനുള്ളതല്ല. നബിയേ, വിശുദ്ധ വചനങ്ങളുടെ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം റസൂലേ. അതിന്റെ അർത്ഥം എന്താ? ഹദീസും കൂടെ പഠിക്കണം. ഖുർആൻ പഠിക്കണമെങ്കിൽ ഹദീസ് പഠിക്കണം. ഇത് എവിടുന്ന് കിട്ടി? ഖുർആനെന്ന്. ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് ആരാ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയുന്നതാണ് ഹദീസ്. അതുകൊണ്ട് വിശുദ്ധ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തരുത്. അല്ലാഹു തആല അറിയാതെ ചെയ്തു പോയതും അറിഞ്ഞു ചെയ്തു പോയതുമാണെങ്കിൽ തന്നെയും അല്ലാഹു പുറത്തു തരട്ടെ. ഹബീബായി തങ്ങൾ പറയുന്ന ഹദീസ്, മൻ മാത വഅലൈഹി സുയാമുൻ സാമ അൻഹു വലിയുഹു. ആരെങ്കിലും മരണപ്പെടുകയും അവർക്ക് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരിച്ച മയ്യത്തിന്റെ അവകാശികള്, ആ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മയ്യത്തിന് പകരമായി നോമ്പ് നോൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്. ഇമാം ബുഖാരി മുസ്ലിം തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ്, അബൂ ദാവൂദ് സുനൻ, മഹാനായ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി ഇമാം മുസ്ലിം രണ്ട് മഹാന്മാരും കൊണ്ടുവന്ന ഹദീസാണിത്. മയ്യത്തിന് നോമ്പുണ്ടോ? ബന്ധുക്കൾ നോമ്പ് വീട്ടണം, ഖളാ വീട്ടണം. ഇല്ലെങ്കിൽ ഉമ്മാന്റെ കടം വീടൂല, വാപ്പായുടെ കടം വീടില്ല. ബന്ധുക്കൾക്ക് അത് നിർബന്ധമാണ്. മൻ മാത വഅലൈഹി സുയാമുൻ സാമ അൻഹു വലിയുഹു. ആരെങ്കിലും മരിക്കുകയും അവർക്ക് നോമ്പ് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് പകരമായിട്ട് ബന്ധുക്കൾ നോറ്റുകൊടുക്കണേ. പകരം ചെയ്താൽ കൂലി കിട്ടും എന്നതിന് തെളിവ് ഇത് മാത്രം പോരെ. നമ്മുടെ അമൽ നമുക്ക് അവകാശപ്പെടുന്നതാ. നമ്മളൊരു അമൽ ചെയ്താൽ
നമുക്ക് അവകാശമായി ആ സംഭവം, അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു ഖിയാസാണ് അലിമികൾ കൊണ്ടുവരുന്നത്. ഈ തെളിവുകൾക്കൊക്കെ പുറമെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, 100 രൂപ ഉണ്ട്, അത് നിങ്ങളുടേതാണോ, നിങ്ങൾക്ക് മിൽക്കുണ്ടോ, നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാം, ദാനം ചെയ്യാം. വേറെ ഒരാളുടെ കിഷനെടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടേത് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളൊരു അമല് ചെയ്താൽ അതിന്റെ കൂലി നിങ്ങൾക്കാണ്. അത് പറയാം, അല്ലാഹുവേ എന്റെ ഈ ഫാത്തിഹ ഞാൻ ഓതിയത്, യാസീൻ ഞാൻ ഓതിയത്, ഖുർആൻ ഓതിയത്, ഖതം തീർത്തത് ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ ഖാലി ഹസൈനാർ തങ്ങളുടെ പേരിൽ ഞാൻ ഹദിയ ചെയ്യുകയാണ്. നിങ്ങൾ ആർക്കും ഹദിയ ചെയ്യാം. അതിലൊന്നും ശറയിൽ ഒരു വിരോധവുമില്ല. നിർബന്ധമാണോ? അല്ല, നിർബന്ധമുള്ള വിഷയമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് ചെയ്ത് തെറ്റാണോ? ഒരിക്കലുമല്ല. ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുന്നു. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന ഉമ്മി തുഫിയതു അലൈഹാ സിയാമു ശഹ്രിൻ. എന്റെ ഉമ്മ ഒരു മാസത്തെ നോമ്പ് നോൽക്കാതെയാണ് മരിച്ചുപോയത്. ചില റിവായത്തിൽ 2 മാസത്തെ നോമ്പുണ്ട് എന്ന് പറഞ്ഞു. ചിലത് പറഞ്ഞു ഉമ്മ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിരുന്നു. നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി മാറും. ഞാൻ നോമ്പ് നോൽക്കാൻ അല്ലാഹു തആലക്ക് വേണ്ടി തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ആ തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ ഫർളാണ്, നിർബന്ധമായി കഴിഞ്ഞു. സുന്നത്തല്ല, പിന്നെ ഫർളാണത്. നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാകും. അവര് ചോദിച്ചു, നബിയേ, എന്റെ ഉമ്മാക്ക് പകരം ഞാനത് നോൽക്കുന്നത് മതിയാവുമോ റസൂലേ? നബിയുടെ മറുപടി വന്നു, അറഅയ്തി ലൗ കാന അലാ ഉമ്മികി ദൈനുൻ അകുൻതി തഖ്ദീഹി. നിങ്ങളുടെ ഉമ്മാക്കൊരു കടമുണ്ടെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടുമോ? ആ പെണ്ണ് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഉമ്മയുടെ കടം ഞങ്ങൾ വീട്ടും. ഫദൈനുല്ലാഹി അഹഖു ബിൽ ഖളാ, എന്നാൽ അല്ലാഹുവിന്റെ കടമാണ് ആദ്യം വീട്ടേണ്ടത്. സൂമി അൻ ഉമ്മിക്കി, നിങ്ങളുടെ ഉമ്മാക്ക് പകരം നിങ്ങൾ നോമ്പെടുത്തോളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബന്ധുക്കളോട് നോൽക്കണം എന്ന് പറയുന്നത് ബന്ധുക്കളാണ് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ മുന്നോട്ട് വരിക എന്ന ഗാലിബിനെ നോക്കിയിട്ടാണ് എന്ന് അലിമീങ്ങൾ പറയും. ബന്ധുക്കൾക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും അവർക്ക് പകരം നോമ്പെടുക്കാം, അവർക്ക് പകരം നന്മ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകളെ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ നന്മകളെ സ്വീകരിക്കട്ടെ. അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് 2 ദീനാർ ഏറ്റെടുത്തത് അതിന് തെളിവാണ്. 2 ദീനാർ നബിയെ ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കാൻ നിന്നത്. അബൂ ഖതാദ തങ്ങളും മരിച്ച മയ്യിത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. പക്ഷേ ഈമാനിന്റെ ബന്ധം മതി, ഈമാനിന്റെ ബന്ധം മതി. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റുമോ? ഇതാണ് വലിയ തർക്കമുള്ള വിഷയം. മറ്റേതൊക്കെ ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയങ്ങളാവാം. പക്ഷേ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാം, ഖബറിനടുന്ന് ഓതാൻ പറ്റുമോ? അപ്പൊ പറയും ബിദ്അത്താണ്. സുബ്ഹാനല്ലാഹ്. മരിച്ച മയ്യത്തിന്റെ അടുത്ത് യാസീൻ ഓതാൻ പറ്റുമോ? പറയും ബിദ്അത്ത്. നിങ്ങൾ പത്രം വായിച്ചാലും കുഴപ്പമില്ല, യാസീൻ ഓതാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ എനിക്ക് വളരെ വേദന തോന്നുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് കളിക്കരുത്. നിങ്ങൾ വേറെ ഏതെങ്കിലും പണി ചെയ്തോളൂ. ദീനിന്റെ വിഷയങ്ങൾ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച വിഷയങ്ങളിൽ കയറി സംസാരിക്കുമ്പോൾ ഇച്ചിരി അദബ് വേണം. അത്രമാത്രമേ പറയുന്നുള്ളൂ. ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതിയാൽ തെറ്റാണത്, പാടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? വിശുദ്ധ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ശറഅ് പറഞ്ഞ സ്ഥലങ്ങളിൽ പാടില്ല. ജനാബത്തുള്ള ഒരാൾ ഓതാൻ പാടില്ല, അശുദ്ധിയുള്ള ഒരാൾ ഓതാൻ പാടില്ല, ബാത്റൂമിൽ വെച്ച് ഓതാൻ പാടില്ല, ഔറത്ത് കാണിച്ച് ഔറത്ത് മറക്കാതെ ഓതിക്കൂടാ, അല്ലെങ്കിൽ റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അലാ വ ഇന്നി നുഹീതു അൻ നഖറഅൽ ഖുർആന റാകിഅൻ വ സാജിദ. റുകൂഇലും സുജൂദിലും ദിക്റ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅല. ഇതുപോലെ ദിക്റുകളെ റുകൂഇലും സുജൂദിലും പറ്റും. അവിടെ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക പാടില്ല. അല്ലാഹു എന്നോട് നിരോധിച്ചിരിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞു. റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല, റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല, ബാത്റൂമിൽ പാടില്ല, ജനാബത്തുള്ള ആള് ഓതാൻ പാടില്ല. ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഖബറിന്റെ അടുത്ത് പാടില്ല എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അസ്ലു ഷൈഇൽ ഹില്ലു, മിനിമം ഏതൊരു വിഷയത്തിന്റെയും അടിസ്ഥാനം ഹലാലാണെന്നാണ്.
മയ്യത്തിനടന്ന് ഓതുമ്പോഴേക്കും അങ്ങോട്ട് പോയി ശിർക്കായി പോയി, അല്ലെങ്കിൽ ബിദ്അത്തായി പോയി എന്ന് ദയവ് ചെയ്ത് പറയരുത്. എന്താണ് ഇതിന് തെളിവ്? ഇത് മുഹാജിറുകൾ ചെയ്ത പണിയാണ്, ഇത് അൻസ്വാരികൾ ചെയ്തതാണ്, താബിഈങ്ങൾ പ്രമുഖരായ പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ്. അംഗീകരിച്ചു കഴിഞ്ഞൊരു വിഷയത്തിൽ നമ്മള് അതിൽ അഭിപ്രായം പറയുന്നത് വലിയ അദബുകേടാണ്. അള്ളാഹുവിനോട് അദബ് കാണിക്കാത്തതിന്റെ പേരിലാ ഇബ്ലീസിനെ പുറത്താക്കിയത്. ആദം നബിയോട് അദബ് കാണിക്കാത്തതിന്റെ പേരിൽ അദബുകേട് ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ ബറക്കത്തുള്ളതല്ലേ? നമ്മൾ ആദ്യം അത് ചർച്ച ചെയ്യാം. ഖുർആന് ബറക്കത്തുണ്ടോ ഇല്ലേ? ഖുർആൻ അല്ലാഹു തആല ഖുർആൻ ഇറക്കിയതിന് ലക്ഷ്യങ്ങളുണ്ട്. ഇതൊരു സംവാദമോ അല്ലെങ്കിൽ എന്നൊരു വിവാദമോ അതൊന്നുമല്ല. കാര്യങ്ങൾ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം. ഇതൊരു ഉറൂസ് പരിപാടിയാണ്. മഹാനായ ഖാദി ഹുസൈനാർ തങ്ങൾ അനുസ്മരിക്കുന്ന അല്ലാഹുവിന്റെ ഒരു വലിയനെ ആദരിക്കുന്ന ഒരു സദസ്സാണിത്. അതിന്റെ പേരിൽ ഒരു ബിദ്അത്തും അല്ലാഹു അംഗീകരിക്കാത്ത, ദീൻ പൊറുക്കാത്ത, മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത ഒരു തിന്മയും ആരും ചെയ്യാൻ പാടുള്ളതുമല്ല. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം. നമ്മൾ മയ്യത്തിനടന്ന് ദുആയിരക്കൂലേ, ഖബറങ്ങ് ചെന്ന് യാസീൻ ഓതില്ലേ, ഖുർആൻ ഖത്തപ്പുര കിട്ടുന്നില്ലേ നമ്മള്? അതൊക്കെ നന്മയാണ് എന്ന് മനസ്സിലാക്കുക, ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം. വിശുദ്ധ ഖുർആൻ ബറക്കത്ത് ഉള്ളതാണ്, അല്ലാഹു ബറക്കത്തിന് വേണ്ടി ഇറക്കിയതാണ്. ശരിയാണ്. ലിതുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനുള്ളതാണ് ഖുർആൻ. ഖുർആൻ മരിച്ചോടത്ത് ഓതാനുള്ളതല്ല എന്ന് കളിയാക്കി പറയുന്നവരുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത്, ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ്. ജീവിച്ചിരിക്കുന്നവർക്കും മരിക്കുന്നവരും ബറക്കത്ത്, ഖുർആന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ്. ഖുർആനിന് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളുണ്ട്, ഒന്ന് മാത്രമല്ല. അല്ലാഹു തആല തന്നെ പറയട്ടെ, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഇത് ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, മുബാറകാണ്. ഫത്തബിഊഹു, ഈ ഖുർആനെ നിങ്ങൾ അംഗീകരിച്ച് ജീവിക്കണേ. വത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുന്നു, വഹാദാ ദിക്റും മുബാറകുൻ അൻസൽനാഹു അഫഅൻതും ലഹു മുൻകിറൂൻ. ഇത് അല്ലാഹു തആല ആകാശ ലോകത്ത് നിറക്കിയ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണോ? ഖുർആൻ ബറക്കത്തുള്ളതാണ്. ഖുർആൻ ഓതിയിട്ട് രോഗികൾക്ക് മന്ത്രിച്ച് ഊതിക്കൊടുത്താൽ അതിന് ശിഫയുണ്ടല്ലോ. ഈ മന്ത്രിച്ചൂത എന്ന് പറഞ്ഞത് അപ്പോഴേക്കും പറയാം, പറഞ്ഞു വിദ്യാർത്ഥി അതാ ഖുറാഫാത്ത് പറയുന്നു. ദീനിനെ പറ്റി പറയേണ്ടത് പിന്നെ എന്താ? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ മാറ്റിവെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? നമ്മുടെ ഉമ്മത്തിന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. എത്രയോ നന്മകൾ കെടുത്തിക്കളഞ്ഞു. എന്തെങ്കിലും ചെയ്യുന്നു പറയുന്നു, ഒക്കെ വേണ്ട 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 വേണ്ട, ഇന്നത് വേണം വേണം എന്ന് വല്ലതും പറയുന്നുണ്ടോ? അധികം തന്നെ പറയാം, പഠിക്കാതെ അങ്ങോട്ട് പറയാം. അതിന് കാരണങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ഗൾഫ് നാടുകളിൽ പ്രവാസ ലോകം കൊണ്ടുണ്ടായ നന്മകളൊക്കെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ വിശ്വാസങ്ങളിലേക്ക് ബിദ്അത്ത് കയറി കൂടിയിട്ടുണ്ട്. അതിനൊക്കെ നമ്മുടെ പ്രവാസ ജീവിതം വലിയൊരളവോളം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവര് പറയുന്ന പ്രമാണങ്ങള് ശാഫിഈ മദ്ഹബിന്റെ പ്രമാണങ്ങളാണോ, അയിമത്തുകൾ അംഗീകരിച്ചതാണോ എന്ന് പോലും നോക്കാതെ ഹദീസും ആയത്തും, ഇവർക്ക് ഹദീസും ഖുർആനും തെളിവാണ്, മറ്റവർക്ക് അതും തെളിവല്ല. അങ്ങനെയല്ല. ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും റഈസ് സ്വഹാബയും ഇസ്തിഹ്സാനും മസാലിഹുൽ മുർസലയും റഈസ് സ്വഹാബയും ഇതൊക്കെ പ്രമാണങ്ങളാണ്. ദീനിന്റെ അസുലുകൾ എന്ന് മനസ്സിലാക്കിയാൽ ഈ വിഷയമൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയർ ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പറയാണ്, പ്രമാണബദ്ധമായ വിഷയങ്ങളെ ബിദ്അത്ത് എന്ന് പറയരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷെ ചെയ്യുന്നവരെ പറ്റി അവർ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ദയവ് ചെയ്ത് പറയരുത്. അത്രയേ പറയുന്നു. വിശുദ്ധ ഖുർആൻ ഓതിയാൽ ബറക്കത്തുണ്ട് എന്നതിന്റെ ഒരു തെളിവ് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ട് സ്വഹീഹിന്റെ ഗ്രന്ഥങ്ങൾ, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസ്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങളൊരു യാത്രാ സംഘം, ഞങ്ങളൊരു വഴിയിലൂടെ യാത്ര പോകുമ്പോ
ഒരു നാട്ടിലെത്തിപ്പെട്ട് ഭക്ഷണമില്ലാതെ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരുമോ ഭക്ഷണം തരുമോ എന്ന് ആ നാട്ടുകാരോട് ചോദിച്ചപ്പോ അവരെ തന്നില്ല. അബൂ സഈദ് ഖുദരി തങ്ങൾ പറയാം, അങ്ങനെയാണ് അക്കൂട്ടത്തിലെ ഗോത്ര തലവനെ ഒരു പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചതിൽ പിന്നെ എല്ലാ മരുന്നും പയറ്റി നോക്കിയിട്ട് അവർക്ക് ശിഫ കിട്ടാതെ വന്നപ്പോൾ ആ നാട്ടുകാര് സ്വഹാബികളോട് വന്ന് ചോദിച്ചു, ഹൽ ഫീകും റാഖ്, നിങ്ങളിൽ മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ? മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ? അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ചോദിച്ചിട്ട് തരാത്തവരാണ് നിങ്ങൾ, അതുകൊണ്ട് മന്ത്രി ചോദിത്തരാം, ഞങ്ങൾക്കതിന് പ്രതിഫലം വേണം എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ 30 ആടുകളെ തരാം. 30 ആടുകൾ മതിയെന്ന് ചോദിച്ചു. മതി. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആ രോഗബാധിതനായ പാമ്പ് കടിച്ച വിഷപ്പാമ്പ് കടിച്ച ഗോത്ര തലവന്റെ അരികത്തിരുന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുകയും അയാളുടെ തലയിലേക്ക് 7 പ്രാവശ്യം ഊതി കൊടുക്കുകയും ചെയ്തു. ബോധം തെളിഞ്ഞ പോലെ വിഷബാധയേറ്റ് കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു. 30 പറഞ്ഞ പോലെ 30 ആടുകളെ അവർക്ക് കൊടുത്തു. ഈ സംഭവം വെറൊരു ചരിത്രമല്ല, ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുള്ള ചരിത്രമാണിത്. സ്വഹാബത്തിന്റെ കാലത്തുണ്ടായത്. 30 ആടുകളെ കിട്ടിയിട്ട് അവരത് ഓഹരി വെക്കാൻ നിൽക്കുമ്പോ അബൂ സഈദ് തങ്ങൾ പറഞ്ഞു, നമുക്ക് റസൂലുള്ളാഹിനോടൊന്ന് ചോദിക്കണ്ടേ? നബി തങ്ങളോട് ചോദിച്ചിട്ടാവാം നമ്മൾ ഇത് എടുക്കുന്നത്. അവർ അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയേ, ഇങ്ങനെ സംഭവിച്ചു റസൂലേ, അവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല, അവര് ഞങ്ങൾക്ക് ഒരു സൗകര്യവും തന്നില്ല ആ നാട്ടിലെത്തിയപ്പോ. കാരണം എന്താണെന്നറിയോ? ഒരു വിശ്വാസികളുടെ നാട്ടിലെത്തിയാൽ ആ വിശ്വാസിയുടെ ഭക്ഷണവും താമസവും ആ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണെന്നാണ് ശറഈന്റെ കാഴ്ചപ്പാട്. അതാ ഭക്ഷണല്ലേ ഭക്ഷണം. അതുകൊണ്ട് നമ്മളെ പഴമക്കാരൊക്കെ ജുമുഅക്ക് വരുമ്പോ ഏതെങ്കിലും നാട്ടുകാര് ഭക്ഷണമില്ലാത്തവർ കാണുമ്പോ വീട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. അത് ഈ കാഴ്ചപ്പാടാണ്, അത് ശരിയായൊരു കാഴ്ചപ്പാടാണത്. അന്നമില്ലാത്തവർക്ക് അന്നവും കുടിക്കാൻ, വെള്ളമില്ലാത്തവർക്ക് വെള്ളവും കൊടുക്കൽ ഒരു നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ് ഇസ്ലാം പറയാം. മൂസാ നബിയും ഖദർ നബിയും യാത്ര പോയ ആ ചരിത്രമല്ലേ മതില് നന്നാക്കി കൊടുത്തത്. അവിടെ ഖദർ നബി പൊളിഞ്ഞു കിടന്ന മതിൽ നേരെയാക്കിയപ്പോ മൂസ നബിയോട് ചോദിച്ച ചോദ്യം എന്താണ്? മൂസ നബിയെ, അതിന് എന്തെങ്കിലുമൊക്കെ അവരോട് വാങ്ങിച്ചൂടായിരുന്നോ? നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാരല്ലേ. കാശിന് വാങ്ങിച്ചൂടെ എന്നല്ല അവിടെ വിഷയം. ഒരു നാട്ടിലേക്ക് ഒരു മുസ്ലിം എത്തിയാൽ ആ മുസ്ലിമീങ്ങളായ ആളുകൾ, ആ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ്, യാത്രക്കാരെ അവര് സംരക്ഷിക്കണമെന്നാണ്. അത് ഇസ്ലാമിന്റെ ഒരു വലിയ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. മുത്തനബിയെ, ഞങ്ങൾ അവരോട് അതിന് നിങ്ങൾക്ക് കൂലി വേണമെന്ന് പറഞ്ഞു. ഇല്ലാ ബിജുഅലിൻ തജഅലൂനഹു ലനാ എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ 30 ആടുകളെ ഞങ്ങൾക്ക് തന്നു നബിയെ. സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഓതിയിട്ട് ആ രോഗിയുടെ തലയിലേക്ക് ഊതി കൊടുത്തു നബിയെ. അല്ലാഹു ശിഫ കൊടുത്തു. ഇത് പറഞ്ഞപ്പോൾ നബി ഞങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? വമാ അദ്റാക അന്നഹാ റുഖിയ, ഇത് തന്നെയാണ് മന്ത്രി ചൂതി കൊടുക്കുന്ന ചികിത്സ. നിങ്ങൾ ചെയ്തത് ശരിയാണ്. 30 ആടുകളും നിങ്ങൾ ഓഹരി വെച്ചെടുത്തോളൂ. വജഅലൂലി മഅകും സഹ്മാ, അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു. സ്വഹാബത്തിന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടി അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായ ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. വിശുദ്ധ ഖുർആൻ ഓതിയാൽ ശിഫയുണ്ട്. മരിച്ചവരെടുത്ത് ഓതാൻ പാടില്ല എന്ന് പറയും. തെളിവതാ പറയാം. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനല്ലേ ഖുർആൻ ആണ്. അത് ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമാണ്. പക്ഷെ അത് മാത്രമാണോ? അല്ല. ഖുർആൻ തബറുക്കുമുണ്ട്. ഖുർആൻ ശിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ഖുർആൻ പഠിക്കാതിരിക്കണമെന്നല്ലേ പറഞ്ഞതിനർത്ഥം. ഖുർആൻ പഠിക്കണം, ഖുർആന്റെ വ്യാഖ്യാനം അറിയണം. പക്ഷെ അതൊന്നും അറിയാതെ ഓതിയാലും അതിന് കൂലിയുണ്ട്. അങ്ങനെയാണ്. ഖുർആൻ അറിയാതെ, അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്. അർത്ഥം മനസ്സിലാക്കാതെ പാരായണം ചെയ്താലും ഹിഫ്ള് ചെയ്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട്. അർത്ഥം അറിഞ്ഞിട്ടാണെങ്കിൽ പ്രതിഫലം കൂടുതലാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു. നോക്കൂ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ വിശുദ്ധ ഖുർആൻ ശിഫയായിട്ടും റഹ്മത്തായിട്ടുമാണ് ഞാൻ ഇറക്കിയത് സത്യവിശ്വാസികൾക്ക്. മിനൽ ഖുർആൻ ലിബയാനിൽ ജിൻസി എന്നാണ്. ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ശിഫ ഉണ്ട് എന്നല്ല. ഖുർആൻ എന്നത് മുഴുവൻ ശിഫയും റഹ്മത്തുമാണ്.
ഇനി ഇത് ബറക്കത്തുണ്ടെന്ന് ബോധ്യമായി. അത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണോ? മരിച്ചവർക്ക് ഓതിയ ബറക്കത്ത് കിട്ടൂലേ? ജീവിച്ചിരിക്കുന്നവർക്ക് ബറക്കത്ത് കിട്ടുന്ന ബോധ്യമായി. ഇമാം ബുഖാരി തങ്ങളുടെ ഈ ഹദീസ് ഫാത്തിഹ ഓതി കൊടുത്തു, ബറക്കത്തുമായി ശിഫയുമായി. അബൂ സഈദ് ഖുദ്രി തങ്ങൾക്കും സഹാബികൾക്കും 30 ആടുകളെയും കൊടുത്തു, സമ്മാനമായി കൊടുത്തു. ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി കൊടുത്താലോ അവർക്ക് പ്രതിഫലം കിട്ടൂലേ? കിട്ടില്ല എന്ന് എങ്ങനെ പറയും? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അസറടക്കം മുഹാജിരീങ്ങളും സ്വഹാബിമാരായ അൻസ്വാരികളും ചെയ്തിരുന്ന ഒരു നന്മയാണിത്. തെളിവ് ഒന്ന്, ഇമാം ബൈഹഖി എന്നവർ അവരുടെ സുനനിൽ കിതാബുൽ ജനായിസിൽ ഒരു ബാബ് കൊണ്ടുവരുന്നുണ്ട്. മഹാനായ ഇമാം ബൈഹഖി ആ പേജിന് ഹെഡിങ് കൊടുത്തത് ബാബ് ഖിറാഅത്തിൽ ഖുർആനി ഇൻദൽ ഖുബൂർ, ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതൽ എന്ന് പറഞ്ഞിട്ട് ഹദീസ് പണ്ഡിതനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി 4ാമത്തെ വോള്യത്തിൽ ഇമാം ബൈഹഖിയുടെ സുനനിൽ 56ാമത്തെ പേജ്, ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ജാമിഇൽ അവരുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകറിലും ഈ വിഷയം കൊണ്ടുവന്നു. യാ അല്ലാഹ്, 200ഓളം പേജുകളുള്ള കിതാബാണ് ഇമാം ഖല്ലാൽ തങ്ങളുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. ആ കിതാബിലെ അവസാന ഭാഗം 190ാമത്തെ പേജ്. ഇമാം ഖല്ലാൽ എന്നവർ പറയുന്നു, ഇമാം ഖല്ലാൽ എന്നവരാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ. ഹംബലി മദ്ഹബ് എന്ന് പറയില്ലേ, ഗൾഫ് നാടുകളൊക്കെ ഹംബലി മദ്ഹബാണ്. ഈ ഹംബലി മദ്ഹബുകാരും ഖുർആൻ ഓതണം എന്ന് പഠിപ്പിക്കുന്നവരാ. അതാണ് ഇതിന്റെ അത്ഭുതം. സുബ്ഹാനല്ലാഹ്. ഹംബലി മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതനാണ് ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അഹ്മദ് എന്നവരുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ, ഹിജ്റ 311 വഫാത്തായ പണ്ഡിതൻ. ഇമാം ഖല്ലാൽ എന്നവരെ അബ്ബാസ് ഇബ്നു മുഹമ്മദ് ദൗരി എന്നവരിൽ ഉദ്ധരിക്കുന്നു, ഖാല ഖുൽതു ലി യഹ്യ ഇബ്നു മഈൻ, മഹാനായ യഹ്യ ഇബ്നു മഈൻ തങ്ങളോട് ഞാൻ ചോദിച്ചു. യഹ്യ ഇബ്നു മഈൻ എന്നവരെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്ന ഹംബലി മദ്ഹബിന്റെ ഇമാം, മുസ്നദ് എന്ന ഹദീസിന്റെ വിശ്വവിജ്ഞാനകോശം, ഹദീസിന്റെ വിശ്വവിജ്ഞാനകോശമാണ് മുസ്നദ്. ആ മുസ്നദിന്റെ രചയിതാവാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇറാഖുകാരനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ. അവരുടെ കൂട്ടുകാരനാണ് യഹ്യ ഇബ്നു മഈൻ. ഇവരൊക്കെ അലാമുൽ ഉമ്മ, ഉമ്മത്തിലെ ഇൽമിന്റെ പർവ്വതങ്ങളാണ്. മഹാനായ യഹ്യ ഇബ്നു മഈൻ എന്നവരോട് ചോദിക്കാൻ, എന്താ ചോദിച്ചത്? യഹ്യ ഇബ്നു മഈനെ حدثني مبشر الحلبي عن عبد الرحمن بن العلاء بن اللجلاج عن أبيه أنه قال, മഹാനായ മുബശ്ശിറുൽ ഹലബി എന്ന സിഖത്തായ പണ്ഡിതൻ, സത്യസന്ധനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നിവരെന്ന് ഉദ്ധരിക്കുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ലജ്ലാജ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് മക്കളോട് വസിയത്ത് ചെയ്തു, ഇദാ മിത്തു, മക്കളെ ഞാൻ മരിച്ചാൽ വവദഅതുമൂനി ഫിൽ ലഹദി, എന്നെ നിങ്ങൾ ഖബറിലേക്ക് വെക്കുമ്പോൾ ഫഖൂലു, നിങ്ങൾ പറയണം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ മയ്യിത്ത് മറവിയുമ്പോൾ പറയാ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. ഇത് പറഞ്ഞിട്ടാ വെക്കേണ്ടത്. ആര് വസിയത്ത് ചെയ്യാ? മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി മക്കളോട് പറയാണ്, താബിഇയാൻ. എന്നിട്ട് നിങ്ങൾ എന്റെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ മെല്ലെ മണ്ണ് വാരി ഇടണേ, ഒന്നായിട്ട് മണ്ണ് കൊട്ടരുത്. മയ്യത്തിന്റെ മീതെ മണ്ണ് മെല്ലെ വാരിയിടാവൂ. കാരണം എന്തെന്നറിയോ? ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വേദനയുള്ളത് മരിച്ച മനുഷ്യന് വേദനയുണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ മയ്യത്തിന് വേദനയുണ്ട്. ഒരു മയ്യത്തിന്റെ ശരീരത്തിൽ മുറിവ് പറ്റിയാൽ, ജീവിച്ചിരിക്കുന്നവന് മുറിവ് പറ്റിയാൽ വേദനയുണ്ടോ? അതിലേറെ വേദന മയ്യത്തിനുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ വഹയിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റരുത് എന്ന് പറയാൻ കാരണം.
ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പോലെ മയ്യിത്ത് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തരാൻ വഹയിന്റെ വെളിച്ചത്തിലേ കഴിയൂ. മരിച്ചു കിടക്കുന്ന ആൾക്ക് എണീറ്റ് പറയാൻ കഴിയില്ലല്ലോ. സാധാരണഗതിയിൽ അങ്ങനെയല്ലേ. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു അത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നവര് മക്കളോട് പറയുകയാണ്, മക്കളെ, എന്റെ ദേഹത്തേക്ക് നിങ്ങൾ മെല്ലെ മണ്ണ് വാരിയിടണം, മെല്ലെ മണ്ണ് വാരിയിടണം. وقرأوا عند رأسي بفاتحة البقرة وخاتمتها. എന്റെ മയ്യത്ത് എന്നെ മറവ് ചെയ്താൽ എന്റെ ഖബറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും നിങ്ങൾ ഓതണേ. അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ആമന റസൂലു, ആദ്യ ഭാഗം അലിഫ് ലാം മീം മുതലുള്ള ആദ്യ ഭാഗം നിങ്ങൾ ആ ഖുർആൻ ഓതണേ. ഫഇന്നി സമിഅതു ഇബ്നു ഉമർ. നോക്കണം, എന്റെ ഗുരുനാഥൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. മഹാനവറുകൾ പറയാറുണ്ട്, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് നിങ്ങൾ ഖുർആൻ ഓതണേ. കാന യൂസി ബിദാലിക വയസ്തഹിബ്ബുഹു. ഇബ്നു ഉമർ എന്നവർക്ക് അത് ഇഷ്ടമായിരുന്നു, അവരങ്ങനെ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഒരു സ്വഹാബിയാണ് ചെയ്യുന്നത്. ഇബ്നു ഉമർ എന്നവരെ ഞാൻ അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ ആദ്യമാണ് ഇബ്നു ഉമർ എന്നവരെ സിയാറത്ത് ചെയ്യുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് മക്കയുടെ ശുഹദാ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരുടെ മഖാം അവിടെ മക്കയിലാണ്. മഹാനോട് സിയാറത്ത് ചെയ്യാൻ പറ്റി അൽഹംദുലില്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കെട്ടിനകത്ത് അവിടെ ഖബർ അവിടെയാണ്. ശുഹദാ, മക്കയിലെ ശുഹദാ എന്ന് പറയുന്ന പ്രദേശം. മഹാനവറുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സ്വഹാബിമാര് വസിയത്ത് ചെയ്യാൻ എന്തിന്? ഞങ്ങൾ മരിച്ചാൽ ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതണം. നമ്മൾ പറയാ ബിദ്അത്താണ്. എത്ര വലിയ ദുരന്തമാണ് മുഅ്മിനേ ഇതൊക്കെ. നമ്മൾ പറയും ബിദ്അത്താണ്. ഖുർആൻ എടുത്ത് ഓതുമ്പോഴേക്കും മുസാഫ് ഇവിടെ നിന്ന് പോയിക്ക് ഇവിടെ ഓതാൻ പാടില്ല, ഇത് ബിദ്അത്താണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന മുത്തബിഉസ് സുന്ന, ഹബീബായ നബിയുടെ സുന്നത്ത് ജീവിതത്തിൽ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തിയ സ്വഹാബിയാണിത്. മുത്തബിഉസ് മുഹിബ്ബുസ് സുന്ന, ഹബീബിന്റെ സുന്നത്തിനെ ഇത്രമേൽ സ്നേഹിച്ച ഒരു സ്വഹാബി ഉണ്ടാവില്ല. ആ മഹാൻ പറയാ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ ഖബറിനടുത്ത് ഖുർആൻ ഓതണം എന്ന് വസിയത്ത് ചെയ്യാറുണ്ട് മഹാനായ ഇബ്നു ഉമർ എന്നവർ. ആര് പറയാ? മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ഉമർ എന്നവരുടെ ശിഷ്യൻ, താബിഈയായ മഹാനായ പണ്ഡിതൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? സ്വഹാബികളിലെ ശൈഖുൽ ഇസ്ലാം എന്ന് പറയാൻ പറ്റുന്ന ആളാണ്. സ്വഹാബികളിലെ ശൈഖുൽ ഇസ്ലാമാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മുഹാജിറായ സ്വഹാബിയാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു, ഇമാം നബി തങ്ങളുടെ അദ്കാറിലെ 137ാമത്തെ പേജ്, ഇസ്നാദുഹു ഹസനുൻ, ഈ സംഭവത്തിന്റെ സനദ് ഹസനാൻ. മഹാനായ അല്ലാമ അൽ ഇമാമുൽ ഹൈതമി മഹാനവരുടെ മുജ്മഇൽ 3ാമത്തെ വോള്യം 44ാമത്തെ പേജിൽ റിജാലുഹു മൗസൂഖൂൻ, ഈ സനദിൽ വന്ന മുഴുവൻ ആളുകളും യോഗ്യരായ ആളുകളാണ്. ഇത് ദഈഫ് എന്ന് പറയാൻ പറ്റില്ല. ഇമാം ബൈഹഖി തങ്ങളുടെ സുനനുൽ കുബ്രയിലും മഹാനായ ഇമാം അത്ബറാനി തങ്ങളും ഒക്കെ ഈ ഹദീസ്, ഈ സനദ്, ഈ അസർ സ്വഹീഹാൻ എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. സ്വഹാബികൾ ചെയ്തതാണിത്. ഇത് മാത്രമല്ല, മുഹാജിറുകളായ ആളുകൾ ഇത് ചെയ്തിരുന്നു എന്നും നമ്മുടെ കിതാബുകളിൽ കാണാം. മഹാനായ ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഹംബലി മദ്ഹബിലെ പ്രാമാണികമായ ഗ്രന്ഥകർത്താവ്, ഹംബലി മദ്ഹബിന്റെ നിയമങ്ങളെ ക്രോഡീകരിച്ച ഇമാം അഹ്മദ് എന്നവരുടെ മദ്ഹബിന്റെ ഏറ്റവും കർക്കശമായും മദ്ഹബിനെ ക്രോഡീകരിച്ച മഹാനവറുകളുടെ ജാമിഇൽ, അതുപോലെ തന്നെ കിതാബുൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകറിൽ മഹാനായ ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഖയ്യിം എന്നവർ പോലും ഈ വിഷയം മഹാനായ ഇമാം അൽ ഖല്ലാലിനെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. കിതാബുർ റൂഹിൽ 10ാമത്തെ പേജിൽ ഖാല ശഅബി, ഇമാം ശഅബി തങ്ങൾ പറയാ, വകാനൽ അൻസ്വാർ, അൻസ്വാരികൾ ഇദാ മാത ലഹും മയ്യിതുൻ, അൻസ്വാരികൾക്ക് ഒരു മയ്യിത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ യഖ്തലിഫൂന ഇലാ ഖബ്രിഹി, ഓരോരുത്തരായ ഖബറിന്റെ അരികത്തേക്ക് ചെല്ലും. ഫയഖറഊന ഇൻദഹുൽ ഖുർആൻ, ആ മയ്യിത്തിന്റെ അരികത്ത് നിന്ന് ഖുർആൻ ഓതുമായിരുന്നു അൻസ്വാരികൾ. ഇമാം ശഅബി തങ്ങൾ പറയാ, അൻസ്വാരികളുടെ ശീലമായിരുന്നു. യുഎഇക്കാർക്കറിയാം, മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാഹ്, യുഎഇയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാഹ്, അദ്ദേഹം വഫാത്തായത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ 2004-ലാണ്. 2004 അവിടെ മുതൽ ഇന്നേ വരെ 10-14 കൊല്ലമായി ആ മഹാന്റെ ഖബറിന്റെ അടുത്ത് ഓരോരുത്തരായിട്ട് പോയി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. 24 മണിക്കൂർ നമ്മുടെ പ്രവർത്തകർ
നിങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ അവര് കവർ കൊടുത്തു വിടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ എന്തെങ്കിലും സംഖ്യ നല്ലൊരു നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നാളെ മജ്ലിസുൻ നൂർ ഉണ്ട്. അൽഹംദുലില്ലാഹ് ആ വിഷയങ്ങളിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാര്യമായി സംഭാവന ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബ്. സദഖ ചെയ്തോളി. കൊടുക്കുമ്പോ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ബന്ധുക്കൾക്ക് നിയത്ത് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മരിച്ചുപോയ ബന്ധു നിങ്ങൾ കൊടുക്കുന്ന ആ സംഖ്യ എത്രയോ സദഖ ചെയ്ത കൂലി അവർക്ക് കിട്ടും, നിങ്ങൾക്കും അതേ കൂലി കിട്ടും. അല്ലാഹു വലിയ ഔദാര്യവാനാണ്. അല്ലാഹുവിന്റെ കലാമിന്റെ അത്ഭുതം അതാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈദി ഉസ്താദ് ഇവിടെ എഴുതി തന്നിരിക്കുക. ഖുർആന്റെ തഅരീഫ് എന്നെ പഠിച്ചാൽ മനസ്സിലാവും. ഖുർആൻ എന്ന് പറഞ്ഞാൽ കലാമുല്ലാഹിൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅബ്ബദു ബിതിലാവതിഹി. എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ? മുത്തുനബി തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത കിതാബ്, ഓതിയാൽ കൂലി കിട്ടുന്ന കിതാബ്, ഓതിയാൽ കൂലി കിട്ടുന്ന അല്ലാഹുവിന്റെ കലാം. ഖുദ്സിയായ ഹദീസുണ്ട്, അത് ഖുർആൻ പോലെയല്ല, അത് നമുക്ക് നിസ്കാരത്തിൽ ഓതാൻ പറ്റില്ല. നേരെ മറിച്ച് ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുന്ന അല്ലാഹുവിന്റെ കലാം, അതിനാണ് ഖുർആൻ എന്ന് പറയുന്നത്. മുതഅബ്ബദു ബിതിലാവതിഹി, അത് ഓതലും ഒരു പുണ്യമാണ്, ഓതൽ ഒരു ഇബാദത്താണ്, അത് ബറകത്താണ്. അപ്പോ ഇമാം ശഅബി തങ്ങൾ പറയുന്നത് കിതാബുർ റൂഹിൽ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ. ആരാ ഇബ്നുൽ ഖയ്യിം ജൗസിയ എന്ന് പറഞ്ഞത്? ലോകത്തെ എല്ലാ ബിദ്അത്തിന്റെ സംഘടനകളും ഉദ്ധരിക്കുന്ന ആളാണ് ഇബ്നു തൈമിയ്യ. അല്ലാമ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഈ അടുത്ത കാലങ്ങളിൽ ജീവിച്ചുപോയ മഹാനായ ഒരു പണ്ഡിതൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലെ വ്യത്യാസത്തിന്റെ പേരിൽ അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകളെ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ടെടുക്കും എന്ന് മാത്രം. അദ്ദേഹം ആലിമാണ്, യാതൊരു സംശയമില്ല, പണ്ഡിതനാണെന്ന് സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ബിദ്അത്തിന്റെ ആശയങ്ങൾ കടന്നുകൂടിയിരുന്നു. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്, അഹ്ലുസുന്നയുടെ ആലിമാണ്. ഇബ്നുൽ ഖയ്യിം എന്നവരുടെ ലോക പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബുർ റൂഹ്, ആത്മാക്കളെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ കൊണ്ടുവരാൻ വകാനൽ അൻസ്വാറു ഇദാ മാത ലഹും മയ്യിതുൻ യഖ്തലിഫൂന ഇലാ ഖബ്രി. ഒരു മയ്യിത്ത് മരിച്ചാൽ ആളുകൾ ഊഴമായി ആ മയ്യിത്തിന്റെ ഖബറിൽ വെച്ച് ദുആ ചെയ്യുമായിരുന്നു, ഖുർആൻ ഓതിയിട്ട്. ഖുർആൻ ഓതുമായി ഫയഖറഊന ഇൻദഹുൽ ഖുർആൻ, അദ്ദേഹം ആ മരിച്ച മയ്യിത്തിന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ ഓതുമായിരുന്നു. അതാണ് നമ്മൾ ഖത്തം പുര കെട്ടുക എന്ന് പറയാ. ഖത്തപ്പുര എന്ന് പറയില്ലേ? ഖുർആൻ ഖത്തം തീർക്കുക, ഖുർആൻ മുഴുവനായിട്ട് ഓതുക. ഒരു ഉസ്താദ് ഒന്ന് ഓതും, കഴിഞ്ഞ അടുത്ത ഉസ്താദ്, പിന്നെ വേറെ മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ മാറി മാറി ഓതുക. അതിനാണ് യഖ്തലിഫൂന എന്ന് പറയാ. ഇത് ആര് ചെയ്തിരുന്ന പണിയാ? അൻസ്വാരികൾ ആരാ? ഹബീബിന്റെ കൂടെ നിന്ന സ്വഹാബിമാർ. നമ്മൾ പറയാ ബിദ്അത്താണ്, നമ്മൾ പറയാ ഖത്തപ്പുര ബിദ്അത്താണ്, അവിടുന്ന് ഖുർആൻ ഓതൽ ബിദ്അത്താണ്. അൻസ്വാരികൾ ഇതൊക്കെ ചെയ്തത് ബിദ്അത്താണോ? ആര് പറഞ്ഞു അൻസ്വാരികൾ ചെയ്തു എന്ന്? നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ കിതാബുർ റൂഹിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. യാ അല്ലാഹ്, ഇബ്നു തൈമിയ്യ തന്നെ ഈ വിഷയം ഉദ്ധരിച്ചു. ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉൽ ഫതാവ, അത് ഞാൻ പറയുന്നത് ബിദ്അത്തുകാര് ഇമാം ഷാഫി തങ്ങൾ അംഗീകരിക്കാത്ത വളവന്മാര് ഇബ്നു തൈമിയ്യ പറഞ്ഞാൽ സ്വീകരിക്കും. ഇമാം ഷാഫിയുടെ മദ്ഹബ് ഇന്നതാ, എന്ത് ഷാഫി മദ്ഹബ്, ഞങ്ങൾക്കതും പറ്റൂല. ഇമാം അബു ഹനീഫ തങ്ങൾ പറഞ്ഞു, അബു ഹനീഫത്തുൻ നുഅ്മാൻ ഹനഫി ഇമാമോ? ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തേ അറിയുള്ളൂ. ഓക്കേ. മാലിക് ഇമാം, എന്ത് മാലിക് ഇമാം എന്ന് പറയുന്ന ആളുകൾ ആരംഗീകരിക്കും? മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ സംഘടനക്കാണ് വഹാബിസം എന്ന് പറയുന്നത്. ഇബ്നു തൈമിയ്യ കൊണ്ടുവന്ന ആശയമാണ് സലഫിസമായിട്ട് അംഗീകരിക്കുന്നത്. ഇവരൊക്കെ അവരംഗീകരിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇബ്നു ബാസിന്റെ ഫത്വ അംഗീകരിക്കുന്നു പറയും, അല്ലെങ്കിൽ ഇബ്നു ഉസൈമീന്റെ ഫത്വ അംഗീകരിക്കുന്നു. അപ്പൊ അത് തഖ്ലീദാണ്. അവർ ഈ കാലഘട്ടങ്ങൾ, അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയ ആളുകൾ അംഗീകരിക്കുന്നു. നമ്മൾ ഹിജ്റയുടെ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും കഴിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു. ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ അവരംഗീകരിക്കും, അവർ പിൻഗാമികൾ അംഗീകരിക്കുന്നു. ഈ പിൻഗാമികളിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവ, മജ്മൂഉൽ ഫതാവയുടെ 24-ാമത്തെ വോള്യം 298-ാമത്തെ പേജ്. ഞാൻ പറയണെന്ന് വെച്ചാൽ വേഗം നോക്കിക്കോട്ടെ, നോക്കി മനസ്സിലായിക്കോട്ടെ. എന്താ പറയുന്നത്? അൽ ഖിറാഅത്തു ഇൻദ ദഫ്നി സാബിതത്തുൻ ഫിൽ ജുംലതി അനി സ്വഹാബ.
മരണപ്പെട്ട മയ്യത്തിനെ മറവ് ചെയ്താൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതണം എന്ന് പറയുന്നത് സാബിതത്തുൻ, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. ഫിൽ ജുംല, മൊത്തത്തിൽ അനിസ്സുഹാബ, സ്വഹാബികൾ ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ട വിഷയമാണ്. വഖദ് ഔസാ ബഅദുഹും അൻ യുഖറഅ ഇൻദഹു സൂറത്തുൽ ബഖറ. ചില ആളുകൾ സ്വഹാബികളിൽ മുൻഗാമികളിൽ ചില ആളുകൾ ഞങ്ങൾ മരണപ്പെട്ടാൽ ഖബറിന്റെ അരികത്ത് സൂറത്തുൽ ബഖറ ഓതണം എന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആര് പറഞ്ഞു? നിങ്ങൾ അംഗീകരിക്കുന്ന ആളല്ലേ. എന്നാലെങ്കിലും ഒന്ന് പറഞ്ഞോടെ ഇത് ബിദ്അത്തല്ല. അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ബിദ്അത്ത് എന്ന് പറയല്ലേ. വലിയ വിഷമമുണ്ട് കേൾക്കുമ്പോൾ. മുസ്ലിമീങ്ങളെ കാഫിര്യങ്ങളാക്കുക. ഒരു കാഫിര്യങ്ങളാണ്, ഒരു മുശ്രിക്കീങ്ങളാണ്. മുസ്ലിം പള്ളികളെ സംബന്ധിച്ച് മുശ്രിക്കുകളുടെ പള്ളി എന്ന് പറയാ. സുന്നികളായ ആളുകൾ ഇമാം നിൽക്കുമ്പോൾ ജമാഅത്ത് ശരിയാവില്ല എന്ന് പറയാ. ഇതൊക്കെ എത്ര മോശമാണ്. ഈ ഉമ്മത്തിന് അഹ്ലുൽ ഖിബ്ലയല്ലേ മിനിമം. നമ്മൾ അഹ്ലുൽ ഖിബ്ലയെ നമ്മൾ ഇങ്ങനെ വേർതിരിക്കാൻ പാടുള്ളതാണോ? ദീനിനോടുള്ള ഹമിയത്തും ഇസ്ലാമിനോടുള്ള ആവേശമൊക്കെ ആയിരിക്കാം ഇതിന് കാരണം. പക്ഷേ പ്രമാണങ്ങൾ ഉള്ളതിനെ നിങ്ങൾ ബിദ്അത്ത് എന്ന് പറയരുത്. നിങ്ങൾ ചെയ്തോളി എന്നല്ലേ പറയണത്. ചെയ്യുന്നവരെ പറ്റി എന്ത് ചെയ്ത് മുബ്തദിഅകൾ എന്ന് പറയരുത്. ഇബ്നു തൈമിയ്യ വരെ മരിച്ചു കിടക്കുന്ന മനുഷ്യനെടുത്ത് ഖുർആൻ ഓതൽ ഇസ്ലാമിൽ സ്വഹാബികൾ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ട വിഷയമാണ്.